പ്രതികാര കഥകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ മിക്കവാറും സൂപ്പർ ഹീറോ ടൈപ്പിലുള്ള നായകന്മാരെയാണ് നമ്മൾ കാണാറ്. ഈ കഥയിലെ നായകനായ ചാർലി CIA സാധാരണക്കാരനായ ഒരു ഡാറ്റ അനലിസ്റ്റ് ആണ്. തന്റെ ഭാര്യയെ ടെററിസ്റ്റുകൾ കൊലപ്പെടുത്തിയപ്പോൾ നിയമവ്യവസ്ഥയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് സ്വന്തം കൈകളിൽ നീതി നടപ്പാക്കാൻ തീരുമാനിക്കുന്ന ഒരു സാധാരണക്കാരന്റെ കഥയാണ് ദ അമച്വർ. അയാൾ നേരിടുന്നത് സാധാരണ ക്രിമിനലുകളെയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ചാരന്മാരെയും കൊലയാളികളെയുമാണ്. പക്ഷെ ചാർലിക്കാണെങ്കിൽ ഒരാളുടെ നേരെ തോക്കു ചൂണ്ടാനുള്ള ധൈര്യം പോലുമില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു സൂപ്പർ ഹീറോയേക്കാൾ അപകടകാരിയായ കൊലയാളിയായി മാറുന്നത്? CIA രഹസ്യങ്ങളെ കുറിച്ച് അയാൾക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് തന്റെ ബുദ്ധി ഉപയോഗിച്ച് ചാർലി എങ്ങനെ തന്റെ പ്രതികാരം വീട്ടുമെന്ന് നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. ഒരു ഗ്യാരേജ് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. അവിടെ തന്റെ ഭാര്യയായ സാറ സമ്മാനിച്ച വിമാനം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ചാർലി. ലണ്ടനിലെ ഒരു ബിസിനസ് കോൺഫറൻസിനായി താൻ ഉടൻ പോകുകയാണെന്ന് പറയാൻ വേണ്ടി സാറ അപ്പോൾ അവിടേക്ക് വരുന്നു. കൂടെ വരാൻ അവൾ ചാർലിയെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും ജോലി തിരക്ക് കാരണം ചാർലി അത് നിരസിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ചാർലി CIA ആസ്ഥാനത്തെത്തി. ഡീക്രിപ്ഷൻ ആൻഡ് അനാലിസിസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള യാത്രാമധ്യേ താൻ കണ്ടുപിടിച്ച എല്ലാ സുരക്ഷാ സ്കാനറുകളിലൂടെയും കടന്ന് അയാൾ ജോലിക്ക് പ്രവേശിക്കുന്നു. അപ്പോഴാണ് ഇംഗ്യുലിൻ എന്ന പേരുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ചാർലിക്ക് ഒരു സന്ദേശം ലഭിക്കുന്നത്. വർഷങ്ങളായി ചാർലിക്ക് ഈ ഇംഗ്യുലിനെ അറിയാം. പതിവ് പോലെ അയാളുടെ കയ്യിൽ വിൽക്കാൻ വിലയേറിയ രഹസ്യ വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇംഗ്യുലിൻ മുന്നറിയിപ്പ് നൽകിയത് ഈ രേഖകൾ CIA അപകടത്തിലാക്കുമെന്നാണ്. ഈ സമയം ചാർലി ഇംഗ്യുലിൻ താമസിക്കുന്നത് ഇസ്താംബൂളിലാണെന്ന് ഊഹിക്കാൻ ശ്രമിച്ചെങ്കിലും ഇംഗ്യുലിൻ അതങ്ങ് തള്ളിക്കളഞ്ഞു. പിന്നീട് ആ രേഖകൾ വിശകലനം ചെയ്യാൻ വേണ്ടി ചാർലി ശ്രമിക്കുന്നു. പക്ഷേ ഒരു പ്രതിഭയായിരുന്നിട്ട് പോലും അയാൾക്ക് ആ കോഡ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഉച്ചഭക്ഷണത്തിന് ശേഷം ചാർലി തന്റെ ഓഫീസിലേക്ക് മടങ്ങുമ്പോൾ സാറയുടെ ഒരു ഫോൺ കോൾ വരുന്നു. താൻ ലണ്ടനിലെത്തിയെന്ന് അവൾ ചാർലിയെ അറിയിച്ചു. എന്നാൽ സാറയെ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ട് ചാർലിക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു. തനിക്ക് പുതിയതായി കിട്ടിയ രഹസ്യ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി അയാൾ തിടുക്കം കാണിച്ചതുകൊണ്ട് അവർക്കപ്പോൾ കാര്യമായി സംസാരിക്കാൻ സാധിച്ചില്ല. കോഡ് മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ ചാർലി തന്റെ കമ്പ്യൂട്ടറുമായി ഒരു സീക്രട്ട് ക്യാബിനിലേക്ക് പോയി. അവിടെയുള്ള സിസ്റ്റം ഉപയോഗിച്ച് കുറച്ച് സമയമെടുത്താണെങ്കിലും ആ രേഖകളിലെ വിവരങ്ങൾ ഒടുവിൽ ചാർലിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ വിവരങ്ങൾ കണ്ട് അയാളൊന്ന് ഞെട്ടി. സിറിയയിലെ ഒരു ഡ്രോൺ ആക്രമണം സൂയിസൈഡ് ബോംബിംഗായി മാറ്റി എഴുതാനും അത് പിന്നീട് മൂടിവെക്കാനും അനുമതി നൽകിയതിന്റെ രഹസ്യ രേഖകളായിരുന്നു അത്. ഈ ആക്രമണത്തിൽ ഫ്രഞ്ച് സ്പെഷ്യൽ ഫോഴ്സസും ഡാനിഷ് മറൈൻസും ഉൾപ്പെടെ 150 പേർ കൊല്ലപ്പെട്ടതായി വാർത്താ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ മുഴുവൻ സംഘടിപ്പിച്ചത് ചാർലിയുടെ ബോസ് കൂടിയായ മൂർ ആയിരുന്നു. അന്ന് രാത്രി വീട്ടിലെത്തിയ ചാർലി സാറയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. അതിനാൽ അയാൾ ഒരു വോയിസ് മെയിൽ അയച്ചു വെച്ചു. അടുത്ത ദിവസം ഓഫീസിലെത്തിയ ചാർലി മൂർ തന്നെയും കാത്ത് അവിടെ നിൽക്കുന്നതാണ് കണ്ടത്. അടുത്തയുടെ ഡയറക്ടറായ ഓബ്രയന്റെ ഓഫീസിലേക്ക് മൂർ ചാർലിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ലണ്ടനിലെ ഒരു ഹോട്ടലിൽ നടന്ന ഭീകരാക്രമണത്തിൽ സാറ കൊല്ലപ്പെട്ടുവെന്ന് ഓബ്രയൻ പറയുന്നു. പക്ഷേ ഇത് വിശ്വസിക്കാൻ തയ്യാറാകാത്ത ചാർലി സാറയെ വിളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മൂർ ആ ന്യൂസ് കാണിക്കാൻ വേണ്ടി TV ഓൺ ചെയ്യുന്നു. അതിൽ കാണിക്കുന്നത് 4 ടെററിസ്റ്റുകൾ ഹോട്ടലിലേക്ക് അതിക്രമിച്ച് കയറി 4 പേരെ ബന്ദികളാക്കുകയും അതിൽ 2 പേരെ കൊല്ലുകയും ചെയ്തുവെന്നാണ്. അടുത്തതായി മൂർ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കാണിച്ചു. അതിൽ കാണിക്കുന്നത് സാറയും ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്നാണ്. ഇതിനുശേഷം ചാർലി വീട്ടിലെത്തിയപ്പോൾ അഭിമുഖത്തിനായി കാത്തു നിൽക്കുന്ന നിരവധി മാധ്യമ പ്രവർത്തകരെ കണ്ടു. അവരെ തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു സുഹൃത്ത് ചാർലിയെ ആരുടെയും ശല്യമില്ലാതെ വീട്ടിലേക്ക് കടക്കാൻ സഹായിച്ചു. അടുത്ത ദിവസം ചാർലി മൂറിനെയും സൂപ്പർവൈസർ കാലബിനെയും കാണാൻ പോകുന്നു. നടന്ന സംഭവങ്ങളിൽ അയാൾക്ക് വലിയ സംശയമുണ്ടായിരുന്നു. ലണ്ടനിലെ ആയിരക്കണക്കിന് CCTV ക്യാമറകളെ വെട്ടിച്ച് ഭീകരർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചുവെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ട്രാഫിക്കിനിടയിലേക്ക് അവർ വാഹനം ഓടിച്ചു പോയതിനെ കുറിച്ചും അയാൾ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അവർ അതിനെപ്പറ്റി അന്വേഷണം നടത്തുകയാണെന്ന് മൂർ ഉറപ്പ് നൽകിയെങ്കിലും കാലബ് ചാർലിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിറ്റേന്ന് ചാർലി സാറയുടെ മൃതദേഹവും സാധനങ്ങളും എടുക്കാൻ വിമാനത്താവളത്തിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ ചാർലി സാറ അവന് വേണ്ടി വാങ്ങിയ ഒരു സമ്മാനം പെട്ടിയിലുള്ളതായി കണ്ടു. വീട്ടിലിരിക്കുന്നതും അടുത്തതുകൊണ്ട് ചാർലി തിരികെ ജോലിക്ക് പോകുന്നു. ഹോട്ടലിലെയും സമീപത്തെ തെരുവുകളിലെയും CCTV ക്യാമറകൾ അയാൾ ഹാക്ക് ചെയ്യുന്നു. പിന്നെ സംഭവങ്ങളുടെ ഒരു ടൈം ലൈൻ തയ്യാറാക്കി തന്റെ മേലുദ്യോഗസ്ഥർക്ക് മുന്നിൽ വെക്കുന്നു. കിഴക്കൻ ലണ്ടനിലെ ഈസ്റ്റ് എൻഡിൽ നിന്ന് 4 ഭീകരർ ഒരു വാഹനം മോഷ്ടിച്ച് ഹോട്ടലിന്റെ സർവീസ് ഏരിയയിലൂടെ അകത്തേക്ക് കയറി. അവിടെ വെച്ച് എല്ലാ ഫിംഗർ പ്രിന്റ്സും DNA-യും പ്രൊഫഷണലായി മായ്ച്ചു കളഞ്ഞു. ഇന്തോനേഷ്യയിലെ ഇമ്പാക്ട് ഇൻവെസ്റ്റ്മെന്റുമായി അവർക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നെന്നും എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം ഒരു കോറിഡോറിൽ വെച്ച് ഒരു വഴക്കുണ്ടായതായും ആ വീഡിയോയിൽ കാണാം. ആ സ്ഥാപനത്തിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് ദേഷ്യം വന്നപ്പോൾ ഒരു ടെററിസ്റ്റ് അവരെ വെടിവെച്ചു. അതിലൊരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതിനുശേഷം ഹോട്ടലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉടൻ വിവരമറിയിക്കുകയും അവർ പോലീസിനെ വിളിക്കുകയും ചെയ്തു. പിടിയിലാകാതെ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭീകരർ കോൺഫറൻസ് റൂമിലേക്ക് കയറി ചിലരെ ബന്ദികളാക്കുന്നു. അതിൽ ചിലരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് സാറയും ബന്ദിയാകുന്നത്. ശബ്ദവും മുഖവും വിശകലനം ചെയ്ത ചാർലിക്ക് 4 ടെററിസ്റ്റുകളുടെയും വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മോസ്കോയിൽ നിന്നുള്ള മിഷ്ക, മുൻ ദക്ഷിണാഫ്രിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേറ്റീവ് ലോറൻസ്, കൂലിപ്പടയാളിയായ ഹോസ്, മുൻ ഇന്റലിജൻസ് ഓഫീസറായ ഗ്രച്ചൻ എന്നിവരായിരുന്നു അവർ. കാലബിന്റെയും മൂറിന്റെയും പ്രതികരണമില്ലായ്മ കണ്ടപ്പോൾ ചാർലിക്ക് ഇതെല്ലാം അവർക്ക് നേരത്തെ അറിയാമായിരുന്നെന്ന് മനസ്സിലായി. അവർക്ക് ഇതൊക്കെ അറിയാൻ
അറിയാമെന്നും ഇക്കാര്യം തങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് ചാർലിയെ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് അയക്കുന്നു. അടുത്ത ദിവസം ചാർലി തന്റെ ID ബാഡ്ജിൽ ഒരു ചിപ്പ് ഒളിപ്പിച്ച് സ്കാനറുകളുടെ കണ്ണ് വെട്ടിച്ച് അകത്ത് കിടക്കുന്നു. ഓഫീസിലെത്തിയ ചാർലി എല്ലാ രഹസ്യ ഫയലുകളും പ്രിന്റ് ചെയ്യുകയും അതിന്റെ ഡിജിറ്റൽ പകർപ്പ് ഉണ്ടാക്കാൻ പ്രിന്ററിൽ ഒരു സ്കിമ്മർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി ചാർലി ഒരു ബാറിലിരുന്ന് ഒരു ജൂക്ക് ബോക്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ കുറച്ച് ഫയലുകളുമായി ചാർലി വീണ്ടും തന്റെ മേലുദ്യോഗസ്ഥരെ കണ്ടു. സിറിയൻ ആശുപത്രിയിൽ ബോംബിട്ടതും യമനിലെ സഖ്യസേനയുടെ താവളത്തിൽ ആക്രമണം നടത്തിയതും ഉൾപ്പെടെ മൂറിന്റെ വൃത്തികെട്ട എല്ലാ നീക്കങ്ങളും അയാൾ പറയുന്നു. തന്റെ കയ്യിലുള്ള തെളിവുകൾ ഡയറക്ടർക്ക് കൈമാറുമെന്ന് പറഞ്ഞ് ചാർലി അവരെ ഭീഷണിപ്പെടുത്തുന്നു. ചാർലി ഒരു ഡെഡ് മാൻ സ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ 5 മണിക്കൂറിലും ചാർലി അതിനൊരു കോഡ് നൽകണം. ആ കോഡ് കിട്ടിയില്ലെങ്കിൽ ഈ ഡെഡ് മാൻ സ്വിച്ച് എല്ലാ തെളിവുകളും പ്രധാനപ്പെട്ട എല്ലാ വാർത്താ ഏജൻസികളിലേക്കും അയക്കും. ഇത് കാരണം അവർക്കിനി ചാർലി ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ചാർലി ഒരു കണ്ടീഷൻ വെച്ചു. താൻ ഇതൊന്നും പുറത്ത് പറയാതിരിക്കാം. പകരമായി തനിക്ക് CIA പരിശീലനം കിട്ടണം. പിന്നെ വ്യാജ പാസ്പോർട്ടുകൾ, പണം, ഒരു തോക്ക്, സാറയെ കൊലപ്പെടുത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയാണ് ചാർലി ആവശ്യപ്പെട്ടത്. യോഗത്തിന് ശേഷം ചാർലി കാറിലേക്ക് മടങ്ങുമ്പോൾ സമ്മർദ്ദം കാരണം അയാൾ ഛർദ്ദിക്കുന്നു. ഓഫീസിലെത്തിയ മൂർ ഡെഡ് മാൻ സ്വിച്ച് അവന്റെ വെറും ഒരു അടവാണെന്ന് പറയുന്നു. എന്നാൽ അതിൽ അപകട സാധ്യതയുണ്ടെന്ന് കാലബ് ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് ആദ്യം ട്രിഗർ കണ്ടെത്താൻ ശ്രമിക്കാം. അത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ ട്രെയിനിങ്ങിനിടയിൽ ഒരു അപകടം ഉണ്ടാക്കി ചാർലിയെ അങ്ങ് കൊല്ലാം. കുറച്ചു സമയത്തിന് ശേഷം ചാർലി എങ്ങനെയാണ് രഹസ്യ ഫയലുകൾ പകർത്തിയതെന്ന് മനസ്സിലാക്കാൻ കാലേബും സംഘവും ശ്രമിക്കുന്നു. അവരുടെ സുരക്ഷിതമായ കമ്പ്യൂട്ടറുകളിൽ പ്രവർത്തിക്കാത്ത ഒരു സ്കിമ്മർ പ്രിന്ററിൽ ഉപയോഗിക്കാനുള്ള സാധ്യത അവർ ചർച്ച ചെയ്യുന്നു. ചാർലി ഫയലുകൾ പ്രിന്ററിലേക്ക് അയക്കുകയും ഡാറ്റ പകർത്താൻ ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉപയോഗിക്കുകയും ചെയ്തിരിക്കാമെന്ന് അവർ മനസ്സിലാക്കുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ചാർലി ഒരു കടയിൽ നിന്ന് മാഗ്നറ്റിക് സ്ട്രിപ്പ് വാങ്ങിയെന്ന് അവർ ഉറപ്പിച്ചു. എന്നാൽ അത് എങ്ങനെ കെട്ടിടത്തിനകത്ത് കയറ്റുകയും പുറത്തെത്തുകയും ചെയ്തെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവരുടെ സംഘം ചാർലിയുടെ വീട്ടിലും പരിശോധന നടത്തുകയും അയാൾ 2 തവണ ഒരു പ്രത്യേക ബാറിലേക്ക് പോയതായി കണ്ടെത്തുകയും ചെയ്യുന്നു. അവർ ആ ബാറിൽ ചെന്ന് പരിശോധന നടത്തുകയും ജൂക്ക് ബോക്സിനിടയിൽ ഒരു അബ്ബ CD കണ്ടെത്തുകയും ചെയ്യുന്നു. കാലബ് ആ CD തിരഞ്ഞെടുക്കുമ്പോൾ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിനാൽ ചാർലി വെച്ച CD അവർ പുറത്തെടുക്കുന്നു. അതേസമയം ചാർലി CIA പരിശീലന കേന്ദ്രത്തിലെത്തുകയും അവിടെ കേണൽ ഹെൻഡേഴ്സൺ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അവർ ഷൂട്ടിംഗ് റേഞ്ചിൽ പരിശീലനം തുടങ്ങുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ചാർലി ഒരു നല്ല ഷൂട്ടർ ആയിരുന്നില്ല. കൃത്യമായ സ്ഥലത്ത് വെടിയുതിർക്കാൻ അയാൾക്ക് ലക്ഷ്യത്തിന് വളരെ അടുത്ത് എത്തേണ്ടി വന്നു. എന്നിരുന്നാലും ബോംബുണ്ടാക്കുന്ന കാര്യത്തിൽ ചാർലി അതിവേഗം പ്രവർത്തിച്ചത് ഹെൻഡേഴ്സനെ അത്ഭുതപ്പെടുത്തി. അടുത്തതായി ചാർലിക്ക് തന്റെ പുതിയ ഐഡന്റിറ്റിയെ പറ്റി പഠിക്കേണ്ടതുണ്ട്. അതിനാൽ സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴും പുതിയ വിവരങ്ങൾ മനസ്സിൽ നിൽക്കാൻ ഹെൻഡേഴ്സൺ അയാളെ ഉപദ്രവിക്കുകയും തള്ളിമാറ്റുകയും ഒക്കെ ചെയ്യുന്നു. ഒടുവിൽ അവർ പുതിയ പാസ്പോർട്ടുകൾ ഉണ്ടാക്കുന്നു. അന്ന് രാത്രി ഹെൻഡേഴ്സൺ ചാർലിയുടെ മുറിയിലെത്തുകയും അയാൾ ഒരു കൊലപാതകയല്ലെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ തനിക്ക് നീതി കിട്ടണമെന്ന് ചാർലി നിർബന്ധിച്ചു. തുടർന്ന് ഹെൻഡേഴ്സൺ ഒരു തോക്കെടുത്ത് ചാർലിക്ക് കൊടുക്കുകയും അത് തന്റെ നെഞ്ചിലേക്ക് ചൂണ്ടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ചാർലിയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയതുകൊണ്ട് അയാൾ ഒടുവിൽ തോക്ക് താഴെയിട്ടു. ഓഫീസിൽ ഏജന്റുമാർ CDയിലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ മണിക്കൂറുകളോളം ചെലവഴിക്കുകയും ഡെഡ് മാൻ സ്വിച്ചിനെ കുറിച്ച് ചാർലി കള്ളം പറഞ്ഞതാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ചാർലി അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാതെ അവർ ഉടൻ തന്നെ തങ്ങളുടെ മേലുദ്യോഗസ്ഥരെ വിവരമറിയിക്കുന്നു. തന്റെ ബാഡ്ജിൽ ഒളിപ്പിച്ച ചിപ്പ് യഥാർത്ഥത്തിൽ തന്റെ ബോസിന് നൽകിയ ഫയലുകളിൽ സ്ഥാപിച്ച ഒരു ബഗ് ആയിരുന്നു. അതോടെ മൂർ ഉടൻ തന്നെ ഹെൻഡേഴ്സനെ വിളിക്കുകയും ചാർലിയെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഫോൺ വെച്ചതിന് ശേഷം മൂർ ഫയലുകളിലെ ബഗ് കാണുകയും ചാർലിയോട് ഇത് രാജ്യദ്രോഹമാണെന്ന് പറയുകയും ചെയ്യുന്നു. വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ചാർലി തന്റെ ഇയർപീസ് ഒഴിവാക്കുന്നു. ലണ്ടനിലെത്തിയ ചാർലി കസ്റ്റംസ് കടന്ന് പാരീസിലേക്ക് പോകുന്നു. അയാളുടെ വ്യാജ പാസ്പോർട്ട് CIAയുടെ കമ്പ്യൂട്ടറിൽ കാണുകയും മൂർ ഹെൻഡേഴ്സനെ അയാളുടെ പിന്നാലെ അയക്കുകയും ചെയ്യുന്നു. പാരീസിലെത്തിയ ചാർലി ഗ്രച്ചനെ പതിവായി കാണാറുള്ള റെസ്റ്റോറന്റിനടുത്ത് ഒരു ഹോട്ടൽ മുറി വാടകയ്ക്ക് എടുക്കുന്നു. ഒടുവിൽ അവൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവളുടെ ഫോൺ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത്ര അടുത്ത് അവൾ ഉണ്ടായിരുന്നു. ചാർലി ദിവസം മുഴുവൻ ഗ്രച്ചന്റെ കെട്ടിടത്തിന് പുറത്ത് കാത്തു നിൽക്കുകയും അവൾ പോകുമ്പോൾ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു വാടകക്കാരൻ പുറത്തേക്ക് വരുമ്പോൾ ആ തക്കം നോക്കി അയാൾ അകത്തേക്ക് കയറുന്നു. പിന്നെ ഒരു ഓൺലൈൻ വീഡിയോ നോക്കി ഗ്രച്ചന്റെ സ്ഥലത്തെ പൂട്ട് തുറക്കുന്നു. അങ്ങനെ അകത്ത് കയറി ചാർലി അപ്പാർട്ട്മെന്റ് മുഴുവൻ പരിശോധിക്കുകയും ഗ്രച്ചന്റെ ഷെഡ്യൂളിന്റെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. ഒരു ഡ്രോയറിന്റെ അകത്ത് ഒരു തോക്ക് കണ്ടപ്പോൾ അതെടുത്ത് കയ്യിൽ വെച്ചു. അതേസമയം ഗ്രച്ചൻ തിരികെ വരുന്നുണ്ടെന്ന് ചാർലിയുടെ ട്രാക്കർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ അയാൾ അവൾക്കായി കോണിപ്പടികളിൽ കാത്തു നിൽക്കുന്നു. പക്ഷേ അവൾ വീട്ടിലെത്തിയപ്പോൾ അയാൾക്ക് ട്രിഗർ വലിക്കാൻ സാധിച്ചില്ല. നിരാശനായ ചാർലി തിരികെ ഹോട്ടലിലേക്ക് ഓടുകയും അവിടെ വെച്ച് അയാൾ ചിത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഗ്രച്ചൻ ഇടയ്ക്കിടെ ആശുപത്രിയിൽ പോകാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവളുടെ ആരോഗ്യ വിവരങ്ങൾ ഹാക്ക് ചെയ്തപ്പോൾ അവൾക്ക് അലർജി ഉണ്ടെന്ന് മനസ്സിലായി. അടുത്ത ദിവസം രാവിലെ ചാർലി കുറെ പൂക്കൾ വാങ്ങുന്നു. അതിനുശേഷം അയാൾ ഒരു കഫേയിൽ കാത്തു നിൽക്കുകയും ഗ്രച്ചനെ കാണുമ്പോൾ അവളെ പിന്തുടർന്ന് ആശുപത്രിയിലേക്ക് കയറുന്നു. ഗ്രച്ചൻ ചില പരിശോധനകൾ വിധേയമാകുമ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീൻ തകരാറിലാണെന്ന് കണ്ട ഡോക്ടർ അത് നന്നാക്കാനുള്ള സഹായം കിട്ടാൻ വേണ്ടി റൂം വിട്ട് പുറത്തേക്ക് പോയി. ആ സമയം ഡോക്ടറുടെ വേഷം ധരിച്ച ചാർലി അകത്തേക്ക് കയറി ഗ്രച്ചനെ ആ മെഷീന്റെ ഉള്ളിൽ പൂട്ടിയിട്ടു. ഇതോടെ അവർ പരിഭ്രാന്തയാകാൻ തുടങ്ങുന്നു. പക്ഷെ ചാർലി അവളെ അവഗണിച്ച് മെഷീന്റെ അറയിൽ പൂവിന്റെ പൊടി നിറയ്ക്കാൻ തുടങ്ങി. ആ സമയം ഡോക്ടറും ഒരു നഴ്സും അകത്തുനിന്ന് ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്നു. പക്ഷേ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഗ്രച്ചൻ തന്റെ അലർജി കാരണം തളരാൻ തുടങ്ങുകയാണ്. ഹോസ്റ്റിനെ ഇവിടെ കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവളെ രക്ഷിക്കാൻ
പരീക്ഷിക്കാമെന്ന് ചാർലി പറയുന്നു. കാരണം അവനാണ് സാറയെ വെടിവെച്ചത്. അലർജി കാരണം ഗ്രച്ചന് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചാർലി ആ അറ തുറന്നു. അപ്പോൾ ഗ്രച്ചൻ ചാർലിയെ ഡെസ്കിലേക്ക് തള്ളിയിടുകയും പിന്നെ രണ്ടുപേരും ആ മുറിയിൽ കിടന്ന് പരസ്പരം അടികൂടുന്നു. ചാർലി തന്റെ തോക്കെടുത്തപ്പോൾ ഗ്രച്ചൻ വാതിൽ തുറന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. നിരാശനായ ചാർലി അവളെ പിന്തുടർന്ന് തെരുവിലെത്തി. പക്ഷെ അയാൾ വെടിവെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഗ്രച്ചനെ ഒരു കാർ ഇടിച്ചു. അവളുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് അവളുടെ ഫോൺ ചാർലി എടുത്തു. അതിനുശേഷം അയാൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും ലാബ് ഒരു ചവറ്റുകുട്ടയിൽ ഇടുകയും ചെയ്യുന്നു. ഹോട്ടലിലെത്തിയ അയാൾ രക്തമെല്ലാം കഴുകി കളഞ്ഞ് തന്റെ സാധനങ്ങളെടുത്ത് പുറപ്പെടാൻ തയ്യാറായി. അന്ന് രാത്രി അയാൾ ബസ് സ്റ്റേഷനിലേക്ക് പോയി മാർസലിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തു. അപ്പോഴേക്കും ഗ്രച്ചന്റെ മരണവാർത്ത CIA അറിഞ്ഞിരുന്നു. ഓബ്രയാൻ ഇതിനെക്കുറിച്ച് മൂറിനോട് ചോദിക്കുന്നു. ഗ്രച്ചൻ അവരിൽ ഒരാളുടെ കൈകളാലാണ് കൊല്ലപ്പെട്ടതെന്നാണ് അയാൾ പറയുന്നത്. അന്ന് രാത്രി ചാർലി ഒരു ബാറിൽ ഇരുന്ന് ഗ്രച്ചന്റെ മരണത്തിൽ കുറ്റബോധം തോന്നി മദ്യപിക്കുന്നു. അപ്പോൾ ചാർലി തന്റെ അടുത്തേക്ക് വരുന്ന ഹെൻഡേഴ്സനെ ശ്രദ്ധിക്കുകയും പരിഭ്രാന്തനാകുകയും ചെയ്യുന്നു. ബാറിൽ നിന്ന് പുറത്തു കിടക്കാൻ അയാൾ ആളുകളെ തള്ളി മാറ്റി ഓടുകയും ഒടുവിൽ മറ്റൊരു ബാറിൽ ഒളിക്കുകയും ചെയ്യുന്നു. ഹെൻഡേഴ്സൺ അവിടെയും അയാളെ പിന്തുടർന്നു വന്നു. അതുകൊണ്ട് ചാർലി ബാത്റൂമിലേക്ക് ഓടി വാതിൽ പൂട്ടിയിട്ടു. പക്ഷേ അവിടെ ജനാലകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ചാർലിക്ക് പുറത്തു വരാൻ മറ്റു വഴികളില്ലായിരുന്നു. ബാറിൽ ഹെൻഡേഴ്സണോടൊപ്പം ചേർന്ന് ചാർലി ഗ്രച്ചന്റെ ഫോൺ ട്രാക്ക് ചെയ്താണ് ഹെൻഡേഴ്സൺ തന്റെ അടുത്തെത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഒരു ചെറിയ സംഭാഷണത്തിന് ശേഷം ചാർലി തന്റെ ഫോണിലെ ഒരു ടൈമർ കാണിക്കുകയും ബാത്റൂമിൽ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ബാറിലുണ്ടായ ബഹളത്തിനിടയ്ക്ക് ഹെൻഡേഴ്സണ് ചാർലിയെ നഷ്ടപ്പെട്ടു. അയാളുടെ ഫോണിലെ ട്രാക്കറും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ ചാർലി ഇംഗുലിനെ ബന്ധപ്പെടുകയും അവരുടെ സഹായം തേടുകയും ചെയ്യുന്നു. അവർ ഇസ്താംബൂളിലാണെന്ന് മനസ്സിലാക്കിയ ചാർലി ഒരു കാർഗോ വിമാനത്തിൽ തുർക്കിയിലേക്ക് പോകുന്നു. ഇസ്താംബൂളിലെ ഒരു റെസ്റ്റോറന്റിലെത്തിയ അയാൾ ഇംഗുലിന് ഒരു സന്ദേശം അയച്ചു. ഒരു ഫോൺ ശബ്ദിക്കുന്നത് ശ്രദ്ധിച്ച് അയാൾ ഒരു പുരുഷന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു സ്ത്രീ അയാളെ തടയുകയും തന്റെ ഫോൺ പരിശോധിക്കാൻ പറയുകയും ചെയ്യുന്നു. തുടർന്ന് ചാർലി ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തു കിടന്നു. ആ സ്ത്രീ വീണ്ടും അയാളെ സമീപിക്കുകയും താനാണ് ഇംഗുലിൻ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അവൾക്ക് ചാർലിയുടെ ഭാര്യയെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പോൾ അയാൾ ഒരു അമേരിക്കക്കാരനെ പോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് അയാൾ തന്റെ തൊപ്പിയും ബാക്ക് പാക്കും ഒരു ഷോപ്പിംഗ് ബാഗിൽ ഒളിപ്പിച്ച് കുറച്ചു നേരം ഷോപ്പിംഗ് നടത്തിയ ശേഷം ഒരു ഗ്യാരേജിൽ വെച്ച് തന്നെ കാണണമെന്ന് ഇംഗുലിൻ പറയുന്നു. പിന്നീട് ചാർലി അവളെ വീണ്ടും കണ്ടുമുട്ടി. അവൾ അയാളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. യാത്രക്കിടയിൽ ഇംഗുലിൻ ഒരു കാര്യം പറയുന്നു. 6 വർഷം മുമ്പ് തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് താൻ ഒരു ഹാക്കർ ആയത്. ഭർത്താവ് ഒരു CIA ജീവനക്കാരനും റഷ്യൻ ഇന്റലിജൻസിന് വേണ്ടി പ്രവർത്തിക്കുന്നവനുമായിരുന്നു. യഥാർത്ഥ ഇംഗുലിൻ അയാളായിരുന്നു. അയാളാണ് തനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നത്. ജനലിൽ നിന്ന് അബദ്ധത്തിൽ വീണാണ് അയാൾ മരിച്ചത്. പക്ഷെ സത്യത്തിൽ റഷ്യക്കാർ അയാളെ കൊന്നതാണ്. അവളുടെ വീട്ടിലെത്തിയപ്പോൾ ഇംഗുലിൻ പറയുന്നത് 3 വർഷത്തിൽ കൂടുതൽ തനിക്ക് ഇവിടെ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഓടി ഒളിച്ച് തനിക്ക് മടുത്തുവെന്നുമാണ്. റഷ്യക്കാർ എപ്പോഴെങ്കിലും തന്നെ തിരക്കി വന്നാൽ സ്വയം ചാവാനായിട്ട് ഒരു തോക്കും അവൾ കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നീട് അവർ കേസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മൂറിന് വേണ്ടി കൂലിപ്പടയാളികളെ നിയമിക്കുന്ന സംഘത്തിന്റെ നേതാവാണ് ഹോസ്. ലോറൻസ് ഒരു ആയുധ വ്യാപാരിയാണ്. അതുകൊണ്ട് ഇംഗുലിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ആയുധ വിൽപ്പനക്കാരനായി അവനെ കോണ്ടാക്ട് ചെയ്യണം. ഇനിയുള്ളത് മിഷ്ക ആണ്. അയാൾ ഇടയ്ക്കിടെ യാത്ര ചെയ്യുകയും എല്ലാം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവർ ചിത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അയാളുടെ കൂടെ ഒരു സ്ത്രീയെ കണ്ടു. അവളുടെ മുഖം തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെത്താനും അങ്ങനെ അവൾ സ്പെയിനിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനും സാധിച്ചു. അടുത്ത ദിവസം ചാർലിയെ കണ്ടുപിടിക്കാൻ അവൻ ട്രാക്ക് ചെയ്യുന്ന ആ ടെററിസ്റ്റുകളുടെ മേൽ ഒരു കണ്ണു വയ്ക്കാൻ കാലേബ് തന്റെ ടീമിനോട് പറയുന്നു. ഓബ്രയാൻ മൂറിനെ കണ്ടുമുട്ടുകയും തന്റെ അനുവാദമില്ലാത്ത ഈ ബ്ലാക്ക് ഓപ്സ് പരിപാടിയെല്ലാം നിർത്തണമെന്ന് പറയുന്നു. ആ മീറ്റിംഗിന് ശേഷം ഓബ്രയാൻ തന്റെ കാറിൽ കയറുന്നു. അപ്പോൾ ഹെൻഡേഴ്സൺ സ്പെയിനിലുള്ളതിന്റെ ഒരു ചിത്രം അവളുടെ അസിസ്റ്റന്റ് അവരെ കാണിച്ചു കൊടുത്തു. മൂറ് തന്നെയാണ് അയാളെ അയച്ചതെന്ന് ഉറപ്പായതുകൊണ്ട് ഓബ്രയാൻ തന്റേതായ ഒരു ഏജന്റിനെയും അങ്ങോട്ടേക്ക് അയക്കുന്നു. അതേസമയം ഒരു ഹോട്ടലിലെ CCTV ക്യാമറകൾ ഹാക്ക് ചെയ്ത് ചാർലിയും ഇംഗുലിനും മിഷ്കയെ കണ്ടെത്തി. തുടർന്ന് ചാർലി മാഡ്രിഡിലേക്ക് യാത്ര ചെയ്യുകയും അതേ ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യുന്നു. 2 കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൂളിൽ നീന്താൻ മിഷ്കയ്ക്ക് ഇഷ്ടമാണെന്ന് ചാർലി മനസ്സിലാക്കുന്നു. അതേസമയം ഹെൻഡേഴ്സൺ ആ പ്രദേശത്ത് ചാർലിയെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ചാർലി മിഷ്കയെ പിടികൂടാൻ സഹായിക്കുന്ന ഒരു ഉപകരണം ഉണ്ടാക്കി ഹോട്ടലിനുള്ളിൽ ഒളിപ്പിക്കുന്നു. പിന്നീട് അയാൾ മിഷ്കയെ ബാറിലേക്ക് പിന്തുടർന്നു. ഹെൻഡേഴ്സൺ ലോബിയിലുള്ള കാര്യം അയാൾ അറിഞ്ഞിരുന്നില്ല. ആ ബാറിൽ സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരാളെ ചാർലി കാണുന്നു. അയാളെ താൻ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് ചാർലിക്ക് മനസ്സിലാകുന്നു. അതായത് തന്നെ ആരോ പിന്തുടരുന്നുണ്ട്. തന്റെ ഇയർപീസ് വഴി ചാർലി ഇംഗുലിനോട് ഈ വിവരങ്ങൾ പറയുന്നു. അവൾ ആ മനുഷ്യന്റെ മുഖം പരിശോധിക്കുകയും അയാൾ ഒരു CIA ഏജന്റാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതേസമയം അവൾ ഹെൻഡേഴ്സണെയും ക്യാമറയിൽ കാണുന്നു. അതോടെ ആ പദ്ധതി ഉപേക്ഷിക്കാൻ അവർ ചാർലിയോട് പറയുന്നു. പക്ഷേ അയാൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. മിഷ്ക പൂളിലേക്ക് പോകുമ്പോൾ ഹോസ്റ്റിനെ എവിടെ കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിക്കാൻ ചാർലി അയാളെ നേരിടുന്നു. അയാൾ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പൂൾ തകർക്കുമെന്ന് ചാർലി ഭീഷണിപ്പെടുത്തി. പക്ഷെ മിഷ്ക അത് വിശ്വസിക്കാതെ നീന്തി അകലാൻ ശ്രമിച്ചു. അപ്പോൾ ചാർലി ഒരു ബട്ടൺ അമർത്തുകയും അങ്ങനെ ഗ്ലാസ് പൊട്ടാൻ തുടങ്ങുകയും ചെയ്യുന്നു. പരിഭ്രാന്തനായ മിഷ്ക കൂടുതൽ വേഗത്തിൽ നീന്താൻ തുടങ്ങുന്നു. പക്ഷെ വൈകിപ്പോയിരുന്നു. ഗ്ലാസ് പൊട്ടുകയും അയാൾ താഴേക്ക് വീണ് മരിക്കുകയും ചെയ്യുന്നു. ഹെൻഡേഴ്സണും മറ്റ് ഏജന്റുമാരും അടുത്തേക്ക് വരുന്നുണ്ടെന്ന് ഇംഗുലിൻ ചാർലിക്ക് മുന്നറിയിപ്പ് നൽകുകയും രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുകയും
കൊടുക്കുകയും ചെയ്യുന്നു. ഹെൻഡേഴ്സൺ അയാളെ പിന്തുടരുകയും ഏതാണ്ട് പിടിക്കാറായപ്പോൾ മറ്റൊരു ഏജന്റും അങ്ങോട്ട് വന്ന് അയാളെ ആക്രമിച്ചു. അയാൾ ഹെൻഡേഴ്സനെ തടഞ്ഞു നിർത്തുകയും അവർ ആ മുറിയിൽ ഏറ്റുമുട്ടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഹെൻഡേഴ്സൺ ആ മനുഷ്യന്റെ തല വാഷിംഗ് മെഷീനിൽ ഇടുന്നു. അപ്പോൾ ആ ഏജന്റ് ഒരു തോക്കെടുത്ത് ഹെൻഡേഴ്സനെ വെടിവെച്ചു. പക്ഷേ ഹെൻഡേഴ്സൺ ആ തോക്ക് പിടിച്ചു വാങ്ങി അയാളെ തലക്ക് വെടിവെച്ചു കൊന്നു. അപ്പോൾ ചാർലി അകത്തേക്ക് വരികയും ഹെൻഡേഴ്സനെ സഹായിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഓടി രക്ഷപ്പെടാനാണ് ഇംഗ്ലിൻ പറയുന്നത്. അടുത്ത ദിവസം ഓബ്രയാൻ മൂറിനെ തന്റെ ഓഫീസിലേക്ക് വിളിക്കുകയും ചാർലിയെ കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. അയാൾ അവധിയിലാണെന്ന് മൂർ പറയുന്നു. ഹോട്ടലിൽ നിന്ന് ദൃശ്യങ്ങൾ തന്റെ കയ്യിലുണ്ടെന്ന് ഓബ്രയാൻ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അവൾ അയാളെ പോകാൻ അനുവദിക്കുന്നു. അതേസമയം കാലേബും സംഘവും അതേ ദൃശ്യങ്ങൾ നോക്കുകയും ചാർലിക്ക് ആരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവർ ചാർലിയുടെ എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകൾ പരിശോധിക്കുകയും ഒടുവിൽ ഇംഗ്ലിനിൽ നിന്നുള്ള സന്ദേശങ്ങൾ കണ്ടെത്തുന്നു. ഒരുപാട് തിരച്ചിലിന് ശേഷം ഇംഗ്ലിൻ എന്നറിയപ്പെടുന്ന മരിച്ച ഏജന്റിന്റെ ഫയൽ കണ്ടെത്തുകയും അയാളുടെ ഭാര്യ അത് ഏറ്റെടുത്തിരിക്കാമെന്ന് അവർ ഊഹിക്കുകയും ചെയ്യുന്നു. അന്ന് രാത്രി ചാർലിയും ഇംഗ്ലിനും ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നു. കുറച്ചു കഴിഞ്ഞ് ഇംഗ്ലിന്റെ പക്ഷികളുടെ ശബ്ദം കേട്ടാണ് അവർ ഉണരുന്നത്. CCTV ക്യാമറകളിൽ ഒരു കൂട്ടം ഏജന്റുമാർ അടുത്തേക്ക് വരുന്നത് അവർ കണ്ടു. ഇരുവരും ഭിത്തിയിലെ ഒരു രഹസ്യ തുരങ്കത്തിലൂടെ ഓടാൻ തുടങ്ങും. അവർ പുറത്തേക്ക് പോകുമ്പോൾ ആകാശത്ത് ഒരു ഡ്രോൺ പറക്കുന്നത് ചാർലി കാണുന്നു. ഏജന്റുമാർ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കമ്പ്യൂട്ടർ എല്ലാ ഫയലുകളും ഡിലീറ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഒന്നും ലഭിക്കുന്നില്ല. കടൽ തീരത്തിലൂടെ ഓടിയ ശേഷം ഇരുവരും ഇംഗ്ലിന്റെ കാറിൽ കയറുന്നു. പക്ഷെ അപ്പോഴേക്കും ഡ്രോൺ അവരെ കണ്ടെത്തിയിരുന്നു. ഉടൻ തന്നെ ഏജന്റുമാർ ഷൂട്ട് ചെയ്തുകൊണ്ട് അവരെ പിന്തുടരുന്നു. വേറെ കുറച്ചു പേര് അവരെ ഒരു ബോട്ടിലും പിന്തുടരുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ഏജന്റുമാർ ആ കാർ തകർത്ത് അത് നിർത്താൻ ശ്രമിക്കുന്നു. ഇംഗ്ലിനാണെങ്കിൽ അപ്പോഴേക്കും മാരകമായി മുറിവേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർലി അവളുടെ ശരീരം മറ്റേ സീറ്റിലേക്ക് മാറ്റിയിട്ട് ഡ്രൈവിംഗ് ഏറ്റെടുത്തു. ഒടുവിൽ തങ്ങളെ പിന്തുടരുന്നവരെ വെട്ടിച്ച് അവർ രക്ഷപ്പെടുകയാണ്. പക്ഷേ അപ്പോഴേക്കും മുറിവേറ്റ ഇംഗ്ലിൻ മരിച്ചിരുന്നു. അടുത്ത ദിവസം ചാർലി ലോറൻസുമായി ബന്ധപ്പെടുകയും ഒരു കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി ഒരു ആയുധ വ്യാപാരിയായി അഭിനയിക്കുകയും ചെയ്യുന്നു. പിന്നീട് ചാർലി പുതിയ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റൊമാനിയയിലേക്ക് പോകുന്നു. ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിൽ അയാൾ തന്റെ മുഖം റെക്കോർഡ് ചെയ്യുകയും അതിനുശേഷം ബെർലിനിലെ ഒരു സെക്യൂരിറ്റി ഫീഡ് ഹാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ CIA കരുതുന്നത് അയാൾ ബെർലിനിലാണെന്നാണ്. അതിനാൽ CIA തങ്ങളുടെ ആളുകളെ അവിടേക്ക് അയക്കുന്നു. ലോറൻസ് എത്തുമ്പോൾ ഒരു കസേരയിൽ ഒരു ഫോൺ മുഴങ്ങുന്നത് കാണുന്നു. ആ ഫോൺ എടുത്തപ്പോൾ അപ്പുറത്ത് ചാർലിയാണ്. അവിടെ ഇരിക്കുന്ന ഒരു പെട്ടിക്കകത്ത് നോക്കാൻ ചാർലി പറയുന്നു. പെട്ടി തുറന്ന ലോറൻസ് കാണുന്നത് അതിൽ നിറയെ ബോംബുകൾ വച്ചിരിക്കുന്നതാണ്. അയാൾ അനങ്ങിയാൽ അവ പൊട്ടിത്തെറിക്കും. പെട്ടിയിൽ സാറയുടെ ഒരു ചിത്രം ലോറൻസ് ശ്രദ്ധിച്ചപ്പോൾ ചാർലി പിന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഹോസ്റ്റ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയും സഹകരിച്ചാൽ ബോംബുകൾ നിർജീവമാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. റഷ്യൻ കടലുകളിലാണ് ഹോസ്റ്റ് പ്രവർത്തിക്കുന്നതെന്നും സാധാരണയായി ബാൾട്ടിക് കടൽ തുറമുഖത്താണ് സാധനങ്ങൾ സ്വീകരിക്കാറുള്ളതെന്നും ലോറൻസ് പറഞ്ഞു. തുടർന്ന് ഹോസ്റ്റിനെ എങ്ങനെ ബന്ധപ്പെടണമെന്ന് ചാർലി ചോദിക്കുന്നു. തന്റെ ആളുകളിൽ നിന്നുള്ള രഹസ്യ കോഡുകളിലൂടെ മാത്രമേ തനിക്ക് സന്ദേശങ്ങൾ ലഭിക്കൂവെന്ന് ലോറൻസ് പറയുന്നു. എല്ലാ നമ്പറുകളും പേരുകളും തന്റെ ഫോണിലുണ്ടെന്ന് പറഞ്ഞ് അത് നിലത്തേക്ക് എറിയുന്നു. ഫോൺ എടുത്ത ശേഷം ചാർലി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ആ ബോംബ് പൊട്ടിത്തെറിച്ച് ലോറൻസ് മരിച്ചിരുന്നു. താമസിയാതെ റൊമാനിയയിൽ ലോറൻസ് മരിച്ചെന്ന വാർത്ത CIAക്ക് ലഭിക്കുന്നു. തങ്ങൾ നോക്കിയത് വ്യാജ ദൃശ്യങ്ങളാണെന്ന് അവർക്കപ്പോൾ മനസ്സിലാകുന്നു. ചാർലി ഇപ്പോൾ റഷ്യയിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ അയാൾ തുറമുഖത്തേക്ക് പോകുമ്പോൾ അവിടെ അയാൾ സംശയാസ്പദമായ രീതിയിൽ ഉള്ള ഒരു വാഹനം കാണുന്നു. അപ്പോൾ ചാർലി ഹോസ്റ്റിന്റെ ആളുകൾക്ക് ഒരു കോഡ് അയക്കുന്നു. ആ കാറിന്റെ അടുത്തുള്ള ഒരു മനുഷ്യൻ തന്റെ ഫോണിൽ പരിശോധിക്കുന്നത് കണ്ടു. ചാർലി ആ മനുഷ്യനെ പിന്തുടർന്ന് അയാളുടെ ബോട്ടിന്റെ ചിത്രങ്ങൾ എടുത്തു. ചില സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം ചാർലി ഹോട്ടലിലേക്ക് മടങ്ങുകയും ബോട്ടിന്റെ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് ആ ബോട്ട് ഏത് കപ്പലിന്റേതാണെന്ന് മനസ്സിലാക്കുന്നു. ഹോസ്റ്റ് ഉപയോഗിക്കുന്ന കടലിലെ വഴികളെ കുറിച്ചും അയാൾ പഠിച്ചു. രാവിലെ ചാർലി ആ ബോട്ടിനടുത്തേക്ക് പോയി. അപ്പോൾ പെട്ടെന്ന് ആരോ പിന്നിൽ നിന്ന് വന്ന് അയാളെ അടിച്ചു വീഴ്ത്തി. അതിനുശേഷം ചാർലിയെ ആ ബോട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഹോസ്റ്റിനെ കണ്ടുമുട്ടുന്നു. ചാർലി നേരത്തെ ആ ബോട്ടിൽ ഒളിപ്പിച്ചിരുന്ന ബോംബ് ഹോസ്റ്റ് കണ്ടെത്തിയിരുന്നു. ചാർലി മറ്റുള്ളവരെ കൊന്നത് നേരിട്ടല്ലെന്നും മുഖാമുഖം കൊല്ലാൻ അയാൾക്ക് കഴിയില്ലെന്നും ഹോസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു. ഹോസ്റ്റ് ചാർലിക്ക് ഒരു തോക്ക് കൊടുത്ത് തന്നെ വെടിവെക്കാൻ പറയുകയാണ്. പക്ഷെ ചാർലിക്ക് അതിന് കഴിയാതെ തോക്ക് താഴെ ഇടുന്നു. പെട്ടെന്ന് ആ ബോട്ട് എതിർദിശയിലേക്ക് തിരിയാൻ തുടങ്ങി. അതോടെ ജോലിക്കാരെല്ലാം പരിഭ്രാന്തരാകാൻ തുടങ്ങി. ബോട്ടിന്റെ നിയന്ത്രണം താൻ ഏറ്റെടുത്തുവെന്നും ഇത് CIAയുടെ നിയന്ത്രണത്തിലുള്ള ബോട്ടാണെന്നും ചാർലി വെളിപ്പെടുത്തുന്നു. ഈ ബോട്ടിനെ സംരക്ഷിക്കുന്ന പ്രോട്ടോകോളുകളിൽ താൻ പ്രവർത്തിച്ചതുകൊണ്ട് അത് ഹാക്ക് ചെയ്യാനും ഫിൻലാൻഡിലേക്ക് അയക്കാനും ചാർലിക്ക് വളരെ എളുപ്പമായിരുന്നു. താമസിയാതെ ഫിന്നിഷ് നേവിയും ഇന്റർപോളും ആ ബോട്ടിനെ വളയുന്നു. അവർ ഉടൻ തന്നെ ഹോസ്റ്റിനെയും കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം CIAയുടെ റിസോഴ്സ് എല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച എല്ലാ ഏജന്റുമാരെയും അറസ്റ്റ് ചെയ്തതായി അറിയിക്കാൻ ഓബ്രയാൻ ഒരു പത്രസമ്മേളനം നടത്തുന്നു. അപ്പോൾ ചാർലിയുടെ അടുത്തേക്ക് ഹെൻഡേഴ്സൺ വരികയും താൻ ചെയ്തതിൽ അഭിമാനമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. സാറയുടെ ശവകുടീരം സന്ദർശിച്ചതിന് ശേഷം ചാർലി വീട്ടിലേക്ക് മടങ്ങുകയും ഒടുവിൽ ആ വിമാനം പറത്തുകയും ചെയ്യുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്.